പുലിയൻകുളങ്ങര ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠയും ഉത്സവവും 26-ന് തുടങ്ങും. ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 9-ന് സമാപിക്കും. കരുനാഗപ്പള്ളി പുലിയൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠയും ഉത്സവവും ഞായറാഴ്ച തുടങ്ങും. ഞായറാഴ്ച വൈകിട്ട് 5-ന് ആചാര്യവരണം, 7-ന് പ്രഭാഷണം, ദിവസവും രാവിലെ മുതൽ ധ്വജസ്തംഭ പ്രതിഷ്ഠാ പൂജകൾ എന്നിവയും നടക്കും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനമായും 4 പരിപാടികളാണ് നടക്കുന്നത്. ഒന്ന്, മഹാഗണപതി ഹോമം ഏപ്രിൽ മാസം 26-ന് രാവിലെ. രണ്ടാമത്തത്, ആ നാട്ടിലെ ജനങ്ങളുടെ ആകെ ആഗ്രഹമായിരുന്ന, അഭിലാഷമായിരുന്ന സ്ഥിരം കുടിമരത്തിന്റെ പ്രതിഷ്ഠ, ധ്വജപ്രതിഷ്ഠ. അത് മെയ് മാസം 1-ാം തീയതി രാവിലെ 9-നും 11-നും മധ്യേ നടക്കും. 4-ാം തീയതി സഹസ്രകലശം. സാധാരണഗതിയിൽ ശബരിമല, ഗുരുവായൂർ തുടങ്ങിയ മഹാക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന സഹസ്രകലശം നമ്മുടെ ക്ഷേത്രത്തിൽ കൂടി നടക്കും. അത് 4-ാം തീയതി രാവിലെ 4 മണിക്ക് ക്ഷേത്രം തുറന്ന് 11:30 കൂടി ബ്രഹ്മകലശവാടി അകത്തേക്ക് എഴുന്നള്ളിക്കും. 4-ാം തീയതി വൈകിട്ട് ഉത്സവത്തിന് കൂടി കയറും. തിരുവുത്സവത്തിന് കൂടി 3-ാമത്തെ ഉത്സവമാണ് നടക്കുന്നത്. ആ 3-ാമത്തെ ഉത്സവത്തിൽ നമുക്ക് സ്ഥിരം കൊടിമരം ഉണ്ടായെന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ്. 27, 29 ദിവസങ്ങളിൽ വൈകിട്ട് 7-ന് പ്രഭാഷണം, മെയ് 1-ന് രാവിലെ 9-നും 11-നും ഇടയിൽ ധ്വജപ്രതിഷ്ഠ നടത്തും. വൈകിട്ട് 4-ന് സാംസ്കാരിക സമ്മേളനം ഡോക്ടർ രാജു നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്യും. CR മഹേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തും. ആഘോഷങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പ്രസിഡന്റ് R ചന്ദ്രൻപിള്ള, സെക്രട്ടറി T സുധീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് S അഖിലേഷ്, ജോയിന്റ് സെക്രട്ടറി B ബിജു, G ഉദയൻ കാർത്തിക, ആനന്ദ് ശശികുമാർ എന്നിവർ അറിയിച്ചു. 3-ാം ദിവസമായ 2026 ഏപ്രിൽ 28 ചൊവ്വാഴ്ച രാവിലെ മരപ്പാണി, മുറജപം, മുളപൂജ, പ്രതിവാസ ഹോമം, കലശാധിവാസം തുടങ്ങിയ ചടങ്ങുകളാണ് നടക്കുക. ഇതിന്റെ 4-ാം ദിവസമായ 2026 ഏപ്രിൽ 29 ബുധനാഴ്ച മരപ്പാണി, മുളപൂജ, വാഹനബിംബ പരിഗ്രഹം, വൈകിട്ട് 7 മണിക്ക് പ്രഭാഷണം, ബ്രഹ്മചാരി ആദിദേവാമൃത ചൈതന്യ, അമൃതാനന്ദമയ മഠം, പള്ളിക്കാവ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.